വാക്യം, നാലാമത്തെ വാക്യം നിർത്തി ഒന്ന് വായിക്കുകയും ചെയ്യാം. അവർ യെരൂശലേമിനോട് സമീപിച്ചു. ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. അടുത്ത വാക്ക് അവർ പോയി. ആ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ പോയി തെരുവിൽ പുറത്ത് വാതിക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കണ്ടു. അതിനെ അഴിച്ചു. സ്തോത്രം. അവർ പോയി തെരുവിൽ പുറത്ത് വാതിക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കണ്ടു. അതിനെ അഴിച്ചു. സ്തോത്രം. പല ആവർത്തി നാം ഈ ഭാഗത്തിനൊക്കെ ദൈവാലോചനയും ദൈവശബ്ദവും ഒക്കെ കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു പുതിയ ചിന്ത നിങ്ങൾക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ വചനഭാഗത്തേക്ക് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാരംഭം നമ്മൾ വായിച്ചു തുടങ്ങിയത് 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എങ്ങനെയാ? അവർ യെരൂശലേമിനോട് സമീപിച്ചു എന്ന് വെച്ചാൽ ഏകദേശം എന്ത് ചെയ്തു? അടുത്തു. സ്തോത്രം. അതിന്റെ അർത്ഥം യേശുവും ശിഷ്യന്മാരും ഇവിടെ അല്ല, യെരൂശലേമിൽ അല്ല. സ്തോത്രം. വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഏകദേശം യെരൂശലേമിനോട് എന്ത് ചെയ്തു? അടുത്തു. സ്തോത്രം. ആമേൻ. എന്ന് പറഞ്ഞാൽ യെരൂശലേമിലെ ഏതോ ഒരു ഗ്രാമത്തിലാ ഈ കഴുതക്കുട്ടി എന്തിയിരിക്കുന്നത്? കെട്ടിയിരിക്കുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ. കെട്ടപ്പെട്ട വിഷയത്തോട് നസ്രായനായ യേശു സമീപിച്ചു. എത്ര പേരാമേൻ പറയുന്നു? ഇന്ന് പകൽ ഈ ദൂത ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന പ്രഥമ സന്ദേശം ഇതാണ്. അവൻ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ അവൻ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മണ്ഡലങ്ങളെ അഴിപ്പാൻ അധികാരമുള്ളവൻ ആ വിഷയത്തോട് സമീപിച്ചെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചവർ കഴിഞ്ഞ ചില നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളെ തൊട്ടഴിപ്പാൻ കഴിവുള്ളവൻ, കരുത്തനാകുന്നവൻ ഇന്ന് പകൽ ആ വിഷയത്തോട് സമീപിച്ചെന്ന് ഞാൻ കടന്നു വിശ്വസിക്കുന്നുണ്ട്. പ്രാഗൽഭ്യവും പ്രത്യാശയും അകത്തുറപ്പുള്ളവർ ആരാധിച്ചിട്ട് പറ, ഇന്ന് പകൽ അവനടുത്താൽ വിടുതലാം. പ്രഥമ ദൂത് ഞാൻ പറഞ്ഞു തുടങ്ങുക. അവൻ സമീപിച്ചു. വിശ്വസിക്കുന്നു. അവൻ കഴിഞ്ഞ ചില നാളുകളായി സ്തോത്രം. അവൻ എന്തിനേറെ പറയുന്നു, അവൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ചില മേഖലകളിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽ തൊട്ടഴിപ്പാൻ അധികാരമുള്ളവൻ വിഷയത്തോട് അടുക്കുന്ന പകല എത്ര പേര് ആമേൻ പറഞ്ഞിട്ട് പറയോ? എന്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങളെ തൊട്ടഴിപ്പാൻ അധികാരമുള്ളവൻ വിഷയത്തോട് സമീപിക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ടാൽ ഈ പകൽ ഞാൻ കാണുക. കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. പ്രതീക്ഷയുണ്ടോ? ഇന്നവനടുത്തു. അവനടുത്താൽ വിടുതല. അമ്മേ, എത്ര പേർ വിശ്വസിക്കുന്നു? ഞങ്ങൾ ഈ യോഗത്തിനൊക്കെ പോരുമ്പോ അമ്മേ പലപ്പോഴും ദൈവദാസന്മാർ യോഗ സംഘാടകരെ വിളിച്ച് ചോദിക്കാറുണ്ട് എവിടെ വരെ. ഇന്ന് ഞാൻ വന്നപ്പോഴും ബഹുമാന്യനായ ഷിജുപാസിനെ വിളിച്ച് ചോദിച്ചു എവിടെ വരെയായി? സ്തോത്രം. 8 മണി കഴിഞ്ഞപ്പോഴേ ഞാൻ കൊട്ടാരക്കരയായി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 5 മണിയായപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. 8 ഞാൻ ഇവിടെ ആയി കൊട്ടാരക്കരയായി. അപ്പൊ കർത്താവിന്റെ ദാസൻ അറിയാം ഒരു 10:30 ഞാൻ ഇവിടെ വരും. സ്തോത്രം. ഹല്ലേലൂയ. അർത്ഥം 2.5 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ വരും. ആമേൻ. സഭാഹോളി വരും. സ്തോത്രം. 10:30 ആയിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ കർത്തൃദാസൻ വിളിക്കുക എവിടെ വരെ ആയി? സ്തോത്രം. ഞാൻ പറയും ഏകദേശം ആമേൻ ഇവിടുത്തെ ജംഗ്ഷൻ വരെ ആയി. സ്തോത്രം. അതിന്റെ അർത്ഥം ഇനി അല്പ മിനിറ്റുകൾക്കകം എവിടെ വരും? ആലയത്തിൽ വരും. എന്നതുപോലെ നിന്റെ വിഷയത്തെ തൊട്ടഴിപ്പാൻ അധികാരമുള്ളവൻ ഒരു നിമിഷം കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ ഉപവാസം തീരുന്നതിനുള്ളിൽ, ഈ വർഷം തീരുന്നതിന് മുമ്പേ ആ വിഷയത്തെ തൊട്ടഴിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് വരെ വാമൂട്ടിയിരിക്കാതെ ദൈവത്തെ സ്തുതിച്ചിട്ട് വരാ. അവൻ അടുക്കുക, വിടുതൽ വെളിപ്പെടുകയാ. ചില വർഷങ്ങളായി
പ്രാർത്ഥിക്കുന്ന, ചില നാളുകളായി കരയുന്ന വിഷയത്തെ ഇന്ന് പകൽ തമ്പുരാൻ തൊട്ടഴിക്കുക. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? അവൻ അടുത്താൻ വിടുതല. യെരൂശലേമിന്റെ യെരൂശലേമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഏകദേശം യെരൂശലേമിലെ ഏതോ ഒരു ഗ്രാമത്തിലാണ് ഇതിനെ എന്ത് ചെയ്തേക്കുന്നത്, കെട്ടിയിട്ടേക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് നാലാമത്തെ വാക്യമാണ് നമ്മുടെ സ്തോത്രം ആഴമായി ചിന്തിക്കേണ്ട വിഷയം. നാലാമത്തെ വാക്യം. അതുകൊണ്ട് നാലാമത്തെ വാക്യം ഒന്നോടൊന്ന് വായിച്ചേ. കണ്ടോ? അവർ പോയി. ആരാ? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലാൻ. ഉടനെ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. അവരെ എങ്ങോട്ട് പോയി? അവൻ കെട്ടപ്പെട്ട വിഷയത്തിന്റെ അടുക്കലേക്ക് പോയി. പിടികിട്ടിയോ? സ്തോത്രം. അവർ 2 പേരും കൂടെ കെട്ടപ്പെട്ട് കിടക്കുന്ന വിഷയത്തിന്റെ അരികിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. അമ്മേൻ. നിങ്ങൾ ശ്രദ്ധിച്ച ആ കഴുതക്കുട്ടി കിടക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? അമ്മേൻ. എവിടാ? തെരുവിൽ, പുറത്ത്, വാതിക്കൽ എന്ന് വച്ചാൽ സ്തോത്രം അകത്തുമല്ല പുറത്തും അല്ല. സ്തോത്രം. പിന്നെ എവിടാ നിൽക്കുന്നത്? എങ്ങോട്ട് പോകാനും എന്തുണ്ട്? നമ്മുടെ ചില വിശ്വാസികളെ പോലെ ശീതവാനുമല്ല. സ്തോത്രം. എങ്ങോട്ട് പോകാനും സാധ്യത ഉണ്ട്. സ്തോത്രം. എന്നതുപോലെ ദൈവരാജ്യത്തിലാണോ അവിടെയല്ല, സാധാരണ രാജ്യത്തിലാണോ അവിടെ അല്ലാത്ത പരുവത്തിലുള്ളവര് നമ്മുടെ കൂടെ കൊണ്ടുപോട്ടെ. ഞാൻ ആ ഭാഗമൊക്കെ വിടുന്നു. സ്തോത്രം. ഒരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. അപ്പൊ വാതിക്ക നിൽക്കുക. സ്തോത്രം. ഇതിനെ കെട്ടിയും ഇട്ടേക്കുക. സ്തോത്രം. ഇതിന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കഴുത്തേൽ എന്തോ കിടക്കുക? കയറ് കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലും മുമ്പോട്ട് നിനക്കൊരു വലിയ ഗമനമുണ്ട്. പക്ഷേ സമ്മതിക്കാത്ത കരുത്തെ കിടക്കുന്ന കയറിനെ ഇന്ന് പകൽ അറുത്ത് കളയാൻ കഴിവുള്ളവർ ഈ പകലത്തിന്റെ വിഷയത്തോട് സമീപിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ആരാധിച്ചോ. ഈ പകൽ നിന്റെ മേല വിടുതൽ വെളിപ്പെടുകയാ. നിന്റെ തലമുറയുടെ മേല വിടുതൽ വെളിപ്പെടുകയാ. നമ്മളെല്ലാവരും കഴുതക്കുട്ടിയെ കണ്ടിട്ടുള്ളവരാ അല്ലേ? സ്തോത്രം. എല്ലാവരും ഇതിനകത്തിരിക്കുന്നവരെല്ലാം കണ്ടിട്ടുണ്ട്. സ്തോത്രം. കഴുതനെ കണ്ടിട്ടുള്ളവരാ നമ്മള്. സ്തോത്രം. കണ്ടിട്ടുള്ള കഴുതനെ ആരും കെട്ടിയിടുന്ന ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. സാധാരണ ഈ ജീവി എന്ത് ചെയ്തിട്ടില്ല, കെട്ടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇതിനെ എന്ത് ചെയ്തേക്കുക, കെട്ടിയിട്ടേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സാധാരണ ഈ ജീവിയെ കെട്ടത്തില്ല. പക്ഷെ ഇതിനെ എന്ത് ചെയ്തേക്കും, കെട്ടിയേക്കുന്നു. സ്തോത്രം. ആ കെട്ടിയതിന്റെ ഒരു 3 കാരണം ഇന്ന് പകല് ആമേ സ്തോത്രം ഞാൻ പറയാം. ഹല്ലേലൂയ. അതിനുശേഷം ഏതെല്ലാം തരത്തിൽ ഇത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എന്നും പറഞ്ഞ് സമയമുണ്ടെങ്കിൽ ആമേ സ്തോത്രം ആ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് പകലത്തെ യോഗം അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചേ. സാധാ ഈ ജീവിയെ എന്ത് ചെയ്യത്തില്ല, ആരും കെട്ടാറില്ല. സ്തോത്രം. ഇതെങ്ങും പോകാറുമില്ല. അതുകൊണ്ട് ആരും കെട്ടിയിടാറുമില്ല. പക്ഷെ ഇതിനെ എന്ത് ചെയ്തേക്കുന്നു, കെട്ടിയേക്കുന്നു. സ്തോത്രം. ഒന്നാമത്തെ കാരണം, ഇതിനെ കെട്ടാൻ ഉണ്ടായ ഒന്നാമത്തെ കാരണം, അവൻ സാധാരണ കഴുതയെ പോലുള്ളൊരു കഴുതയല്ല ഇത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ. ഈ കഴുത ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് പുറകിൽ പ്രവാചകനായ സഖരിയാവ് ആത്മനിയോഗത്താൽ ഒരു പ്രവചനം നടത്തി. സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് സ്തോത്രം കുതിരപ്പുറത്ത് വരുമെന്നാണ്. അല്ല, പിന്നെ സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് വരുമെന്നുള്ള അവൻ പ്രവചന സൂക്തം അമ്മേ 500 വർഷങ്ങൾക്ക് പുറകെ എഴുതിയിട്ടേക്കുക. അമ്മേ ഒന്നുകൂടെ ഇറക്കി പറയാം. സ്തോത്രം. ഹല്ലേലൂയ. കേവലം അവൻ ഒരു കഴുതയല്ല ഇത്. നസ്രായനെ ചുമപ്പാൻ 500 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ ആത്മനിയോഗത്താൽ പ്രവചിച്ചിട്ട കഴുതയായത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഇറക്കി പറയാം. വായ്ത്തത്തമുള്ളവനെ ബന്ധിക്കത്തുള്ളൂ. ആമേൻ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും ബന്ധനമില്ല. വായ്ത്തത്തമുള്ളവന് ബന്ധനമുണ്ട്. എന്നാൽ വായ്ത്തത്തം ചെയ്തവൻ ബന്ധനം അഴിക്കുന്നവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ആരാധിക്കട്ടെ. ഈ പകൽ ബന്ധനങ്ങൾ അഴിയട്ടെ. വായ്ത്തത്തമുള്ള കുഞ്ഞ്, നിന്റെ വായ്ത്തത്തെ ബന്ധിച്ചത്
ഇതിന്റെ കുടുംബത്തിൽ ഒത്തിരി ഉണ്ട്, അതിനെ ഒന്നും എന്ത് ചെയ്യില്ല, കെട്ടിയില്ല. പക്ഷെ ആരെയാ കെട്ടിയേ? വാഗ്ദത്തമുള്ളതിനെ കെട്ടി. ഇന്ന് പകൽ ഒന്നുകൂടെ ഇറക്കി ഞാൻ പറയാം, കുഞ്ഞെ, ആർക്കുമില്ലാത്ത പോരാട്ടം, ആർക്കുമില്ലാത്ത ബന്ധനം, സഹോദര സഹോദരി, മാതാവേ പിതാവേ, ആമേ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോണം, അവർക്കാർക്കുമില്ലാത്ത ഒരു വലിയ വാഗ്ദത്തം നിന്റെ ശിരസിലുണ്ട്. അത് നിവർത്തിയാകാതിരിപ്പാൻ ആമേ ദേശാധിപതി കെട്ടിയ കെട്ടിന് ഈ 6ാമത്തെ പകല് ആത്മാവഴിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പകർച്ചത് അഴിഞ്ഞുകൊണ്ടിരിക്കുക. ചേർന്ന് മഹത്വം കൊടുക്കട്ടെ. സ്തോത്രം. അപ്പൊ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്തു? കെട്ടി. ഇനി വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വാഗ്ദത്തം ഉള്ളവനെല്ലാം പോരാട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. ചുമ്മാ നടക്കുന്നവന് ഒരു പോരാട്ടവും ഇല്ല. പക്ഷെ വാഗ്ദത്തമുണ്ടോ, നിനക്കെതിരായി പോരുണ്ട്. സ്തോത്രം. ആമേൻ. വാഗ്ദത്തമുള്ള നിന്നെ ബന്ധിക്കും. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ സമയമാകുമ്പോൾ തന്റെ ദൂതന്മാരെ അയച്ച് നിന്റെ കയർ അഴിച്ച് നിന്നെ പുറപ്പെടുവിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നവർ ഇതുവരെ ദൈവത്തെ സ്തുതിച്ചവര് എന്നും കഷ്ടപ്പെട്ട് കിടക്കാൻ വാഗ്ദത്തം സമ്മതിക്കുകയില്ല. എന്നോടുള്ള വാഗ്ദത്തം, എന്റെ തലമുറയോടുള്ള വാഗ്ദത്തം ഒരു സ്ഥലത്ത് കിടക്കാൻ അനുവദിപ്പിക്കുകയില്ല. ഞങ്ങളെ പുറപ്പെടുവിക്കുന്ന വാഗ്ദത്തമാണ്. സ്തോത്രം. വേദപുസ്തകം പരിശോധിച്ചാൽ വാഗ്ദത്തമുള്ള എല്ലാവർക്കും പോരാട്ടം ഉണ്ടായിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനുമാണ്. ഒന്നുകൂടെ ഇറക്കി പറയാം, വാഗ്ദത്തമുള്ള നിന്നെ കെട്ടാം. നിന്നോട് വാഗ്ദത്തം ചെയ്തവനെ ബന്ധിക്കാൻ ഉലകത്തിന് ഒരു കയറിലും ശക്തിയില്ല, ഒരുത്തനും അധികാരമില്ല. അതുകൊണ്ടാ പറഞ്ഞ മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ നസ്രായൻ നൽകിയ നസ്രായന്റെ വാഗ്ദത്തം പേര് നടക്കുന്ന ദൈവമേ, നിന്നെ ബന്ധിപ്പാൻ ഉലകത്തിന് ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവൻ കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നവൻ നിന്നിൽ പകർന്ന നിക്ഷേപമാകുന്ന വാഗ്ദത്തത്തെ തച്ചുടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? സ്തോത്രം. വേദപുസ്തകം പഠിച്ചു വരുമ്പോഴത്തേക്ക് ദൈവം തന്നെ നിത്യപദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ് അബ്രഹാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അബ്രഹാമിനും ദൈവം വാഗ്ദത്തമൊക്കെ കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സന്തതിയെ തരും. ഹല്ലേലൂയ. ഏതാണ്ട് 24 കൊല്ലം. ആമേൻ. സ്തോത്രം. വാഗ്ദത്തത്തിന് വേണ്ടി 25ാമത്തെ വർഷമാണ് വാഗ്ദത്തം ലഭിക്കുന്നത്. 24ാമത്തെ കൊല്ലമാ ദൂതൻ വന്ന് ഒന്നുകൂടെ എത്തിയത് വാഗ്ദത്തത്തെ ഉറപ്പിക്കുന്നത്. മനസ്സിലായോ? സ്തോത്രം. ആമേൻ. അപ്പൊ വാഗ്ദത്തമുള്ള ആമേൻ ഈ മനുഷ്യന്റെ കൂടാരത്തിനകത്തും 24 കൊല്ലമായിട്ട് വാഗ്ദത്തം നിവർത്തിക്കെതിരെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ 24ാമത്തെ കൊല്ലം ഹല്ലേലൂയ ദൂതന്മാരെ അയച്ചു ഒന്നുകൂടെ അങ്ങ് ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, വാഗ്ദത്തം ഉള്ളവനെ എല്ലാ കാലത്തും ബന്ധിക്കാൻ പറ്റുകയില്ല. ഇനി എന്താ ഇവനെ ബന്ധിച്ചെന്നറിയാമോ? ഈ കുടുംബത്തെ ബന്ധിച്ചത് അവൻ സാറ ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൾ ഒന്നേ പ്രസവിച്ചുള്ളൂ. സ്തോത്രം. പക്ഷെ പ്രസവിച്ചത് അവൻ ഒരു കുഞ്ഞിനെയാണെങ്കിലും അതൊരു രാജ്യമായിരുന്നു. പിടികിട്ടിയവർക്കായി സ്തോത്രം. അപ്പൊ അകത്ത് നിക്ഷേപിക്കപ്പെട്ട വാഗ്ദത്തത്തിന്റെ കനം പോലെ ഇരിക്കും. ഹല്ലേലൂയ. നിന്നെ തുട്ടനാകും. അപ്പൊ ഈ സ്ത്രീ പ്രസവിച്ചത് ഒരു കുഞ്ഞിനെയാ, പക്ഷേ ആമേൻ സ്തോത്രം അതൊരു രാജ്യമാണ്. ആമേൻ. ഇന്ന് നിങ്ങൾ വീട്ടിൽ യോഗം കഴിഞ്ഞിട്ട് ചെന്നിട്ട് വേൾഡിന്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ സ്തോത്രം അതിനകത്ത് ഇസ്രായേൽ എന്നൊരു രാജ്യം കാണുമ്പോൾ കരം വെച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, ഒരു മച്ചിയുടെ ഉദരത്തീന്ന് ഒരു രാജ്യത്തെ പുറത്തു കൊണ്ടുവന്ന് എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര വലുത്. ഇന്ന് കടന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, ആമേൻ. ഞങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട വാഗ്ദത്തം ചെറുതല്ല, അത് വലുതാ. നിന്റെയും വാഗ്ദത്തത്തിന് കാലത
ദൈർഘ്യം വരുന്നെങ്കിൽ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തു വരാൻ പോകുന്നത് ചെറിയ വാഗ്ദത്തമല്ല, രാജ്യമാകേണ്ട വാഗ്ദത്തമാണ്. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം. നാളിതുവരെ നിന്റെ വാഗ്ദത്തത്തെ ബന്ധിച്ച് ബ്ലോക്ക് ചെയ്ത സകല മണ്ഡലങ്ങളെയും ഇന്ന് പകലിൽ ഞങ്ങൾ ആത്മാവിൽ അഴിക്കുകയാ. വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചത് പറ. ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിയെ തടയുന്ന പൈശാചിക ശൃംഖലകൾ ഇന്നലെ ഇടിയുന്നത് ഞങ്ങൾ കാണുക. വാഗ്ദത്ത സന്തതിയായിരുന്നു ആര്? സഖാക്ക് അല്ലേ? സ്തോത്രം. വാഗ്ദത്ത സന്തതിയാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കെ അപ്പനോടൊരിക്കൽ ദൈവം ഇടപെട്ടു, നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനെ കൊണ്ടുവന്ന് ഞാൻ കാണിപ്പിക്കുന്ന മോറിയാദേശത്തിന്റെ പർവ്വതത്തിൽ എന്തോ കഴിക്കണം, യാഗം കഴിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പനും മോനും കൂടെ യാത്ര ചെയ്തു മോറിയാക്കുന്നിന്റെ നെറുകയിൽ കയറി. സ്തോത്രം. ആമേൻ. ബാലനാകുന്ന ഇസഹാക്കിന്റെ കൈയും കാലും കെട്ടി എവിടെ കിടത്തി? യാഗമിടത്തെ കിടത്തി. സ്തോത്രം. അബ്രഹാമിനോട് ഒരു ചോദ്യം, അല്ലയോ അബ്രഹാമെ, ഈ കിടക്കുന്നത് ആരാ? അബ്രഹാം പറയും, സ്തോത്രം, 25 കൊല്ലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്ത വാഗ്ദത്തം. ഹല്ലേലൂയ. അതിന്റെ കാലേൽ എന്താ? കയറാ. കയ്യലോ കയറ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര കൊല്ലം പ്രാർത്ഥിച്ച് നേടിയതാ? 25 കൊല്ലം പ്രാർത്ഥിച്ച് നേടിയതാ. ആമേ. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ, നിന്റെ തലമുറയെ ആമേ വർഷങ്ങൾ പ്രാർത്ഥിച്ച് നീ നേടിയെടുത്തിട്ട് ആമേ കാലങ്ങളായി അവരുടെ മേൽ കിടക്കുന്ന കയർ ഇതുവരെ അഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പകലത്തെ യോഗ കയർ സ്വർഗം അഴിച്ചു മാറ്റി അവനെ കിടക്കെ എഴുന്നേൽപ്പിച്ച് അവന്റെ മേലുള്ള വാഗ്ദത്തം നിവർത്തീകരിച്ച് അവനെ നയിക്കുന്ന ദൈവമാ ഞാൻ സേവിക്കുന്ന ദൈവം. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിച്ചു പറ. ഇന്ന് വരെ ഞങ്ങളുടെ തലമുറകളെ കേട്ട് അഴിയുന്നത് ഞങ്ങൾ കാണുക. സ്തോത്രം. സ്തോത്രം. യാഗപീഠം പണിതു, കയ്യും കാലും കെട്ടി അവൻ യാഗപീഠത്തെ കിടത്തി. എന്തിന്റെ മേലാ കയറ് കിടക്കുന്നത്? 25 കൊല്ലം കാത്തിരുന്ന വാഗ്ദത്തത്തിന്റെ മേലാ കയറ്. സ്തോത്രം. ഇനി കത്തി കരത്തിലെടുത്തു. ആരെ മുറിക്കാനാ? 25 കൊല്ലം കാത്തിരുന്ന് ലഭിച്ച വാഗ്ദത്തത്തിന്റെ മേലാ കത്തി വീഴാൻ പോകുന്നത്. കത്തി ഉയർത്തിപ്പിടിച്ച് അബ്രഹാം ഓങ്ങാൻ ഒരുങ്ങുമ്പോൾ ഉയരത്തിന്നൊരു ശബ്ദം, അബ്രഹാമേ, അബ്രഹാമേ, വാഗ്ദത്തത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ വീഴാനിരുന്ന കത്തികളെ ഇന്ന് വരക്കാന് സ്വർഗം പറയുന്ന കാഴ്ച വിശ്വാസത്താൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് മകൻ ആന്തരം തുറന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് വര. വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്നത് ഇന്ന് മകൻ അഴിയ. ചേർന്നാരാധിക്കട്ടെ, ചേർന്ന് നിൽക്കട്ടെ, സ്തുതിക്കട്ടെ. ഇന്ന് മകൻ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്നത് അഴിഞ്ഞു മാറട്ടെ. ശക്തിയോടെ ആരാധിക്കട്ടെ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്നത് ഇന്ന് മകൻ അഴിഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് മകൻ സ്തോത്രം ചെയ്ത് ആരാധിച്ചത് വര. ഞങ്ങളുടെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന സകലത ഇന്ന് മകൻ ഉടയ. യാഗപീഠം പണിതു, ബാലനെ കിടത്തി. സ്തോത്രം. കത്തി കയ്യിലെടുത്തു. സ്തോത്രം. കത്തി ഓങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. കത്തി ശരീരത്ത് ആമെ പതിക്കുന്നതിന് മുമ്പേ സ്തോത്രം സർവശക്തൻ ശബ്ദിച്ചു, അവന്റെ മേൽ കൈവെക്കരുത്. 25 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ വാഗ്ദത്തത്തെ ആമെ മുറിച്ചു കളയാൻ ആമെ സ്തോത്രം ഞാൻ അനുവദിപ്പിക്കുകയല്ല. ഇന്ന് പകലിൽ ആമെ പ്രാർത്ഥിച്ച് നേടിയ പലതിന്റെ പേരും ആമെ കത്തി വെക്കാൻ ദുഷ്ടനാഗ്രഹിക്കുമ്പോൾ ഇന്ന് പകല കത്തിയെ തടയുന്ന ഉയരത്തിലെ കരം ശക്തമായി സ്തുതിക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? യാഗപീഠം പണിതു, അതെ കിടത്തി വാഗ്ദത്തത്തിന് നേരെ കത്തിയെടുക്കുക. ഇന്ന് പകൽ ഒന്നോടെ ഇറക്കി ഞാൻ പറയാം, ഓപ്പറേഷൻ തിയേറ്റർ തുറന്നിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ കീറി മുറിക്കാനുള്ള കത്തി റെഡിയായെന്നിരിക്കും, തുന്നി തയ്ക്കാനുള്ള സൂചിയും റെഡിയാക്കി വെച്ചെന്നിരിക്കും. എന്നാൽ ഇന്ന് പകൽ കത്തി തൊടാതെ നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവന്റെ കരം ഇതിനകത്ത് ചില രോഗികളെ ഇന്ന് പകൽ സൗഖ്യമാക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പകൽ ആരാധിച്ചവരാ കത്തി തൊടാതെ ഇന്ന് പകൽ യേശുവിന്റെ സൗഖ്യം ചെറുമേൽ വ്യാപരിക്കുക. വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, രോഗശാന്തി വെളിപ്പെടട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കത്തി തൊടാതെ കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവാ. നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ കത്തി വീഴാൻ ദൈവം അനുവദിപ്പിക്കുകയല്ല. ആമേ, ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ തിയേറ്റർ തുറന്നിരിക്കുക. ആമേ, എല്ലാം റെഡിയായെന്നിരിക്കുക. ആമേ, ഡേറ്റ് നിശ്ചയിച്ചെന്നിരിക്കുക. ഇന്ന് പകൽ, ഈ 6ാമത്തെ പകല്, ഡേറ്റുകളെ മാറ്റാൻ അധികാരമുള്ളവർ, കത്തിയെ മാറ്റാൻ അധികാരമുള്ളവർ, ശരീരാവയവങ്ങളെ അവയെ പുതുതാക്കാൻ കഴിവുള്ളവർ ഇന്ന് പകൽ ശക്തി വ്യാപരിക്കട്ടെ. ചില രോഗികളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തിയുടെ പകല. എത്ര പേര് തിരിച്ചറിയുന്നു? വാഗ്ദത്തമുള്ളവനെ മുറിക്കാൻ ദൈവം അനുവദിപ്പിക്കുകയല്ല. വാഗ്ദത്തമുള്ളവന്റെ മേൽ കത്തി വീഴാൻ ദൈവം അനുവദിപ്പിക്കുകയല്ല. വാഗ്ദത്തമുള്ളവനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇനി ശ്രദ്ധിച്ച്, വാഗ്ദത്തമുള്ള ആമേൻ അതേ തറവാട്ടിൽ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, ഇസഹാക്കിനും ദൈവം സന്തതിയെ കൊടുത്തു. പക്ഷെ 20 വർഷങ്ങൾക്ക് ശേഷമാണ്, ഹല്ലേലൂയ. അപ്പൊ വാഗ്ദത്തമുള്ള തറവാട്ടിൽ ഇപ്പൊ 2ാമത്തെ മച്ചി വന്നേക്കുക. പിടികിട്ടിയോ? സ്തോത്രം. ഇസഹാക്കിന്റെ ഭാര്യയായിരിക്കുന്ന റിബേക്ക മച്ചി ആയിരുന്നതുകൊണ്ട് ആമേൻ അവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന വാക്യം, ഹല്ലേലൂയ. ഇസഹാക്ക് ക്രിസ്തുവിന്റെ നിഴലാണെങ്കിൽ റിബേക്ക സഭയ്ക്ക് നിഴല. സഭ ആരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉറക്കെ പറ ആമേൻ. ഇന്ന് പകൽ ഈ ഉപവാസം കഴിയുമ്പോൾ ആമേൻ, ദൈവ സഭയ്ക്കകത്ത് പുതിയ ചില ജനനങ്ങൾ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചിട്ടവർ അവൻ ഞങ്ങളുടെ സഭയ്ക്കകത്ത് പുതിയ ചില ജനനങ്ങൾ സംഭവിക്കാൻ പോവുക. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവശക്തിയെ വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളത് വിശ്വാസത്താൽ കാണുക. കാണുന്ന ദൈവമക്കൾ വിശ്വാസത്താൽ ആരാധിച്ചവര് ഈ ഉപവാസം കഴിയുമ്പോൾ ഞങ്ങൾ ചില വാഗ്ദത്തങ്ങൾ നേടും. രണ്ട് തലമുറയെ ദൈവം കൊടുത്തു. സ്തോത്രം. ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ച 1 കിട്ടി, 2 കിട്ടി. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ശ്രദ്ധിച്ച്, ആമേൻ, ജനിച്ച് ആരുടെ ഉദരത്തിലാണ്? റിബേക്കയുടെ ഉദരത്തിൽ. റിബേക്ക ദൈവസഭയ്ക്ക് നേരല്ല. സ്തോത്രം. ജനിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇച്ചിരി വളർച്ച തുടങ്ങിയപ്പോഴത്തേന് അകത്ത് കിടന്ന് എന്തുണ്ടായി? പറ. ശിശുക്കൾ തമ്മിൽ തിക്കലുണ്ടായി. കാരണം ഒരുത്തൻ വാഗ്ദത്തവും ഒരുത്തൻ ജഡവുമാണ് കിടക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല. ഒരു നല്ല ആമേൻ പറ. ഹല്ലേലൂയ. ആത്മീയനും അനാത്മീയനും കൂടെ ഒരുമിച്ച് പോകത്തില്ല. പല സഭകളിലും തിക്കലുണ്ടാകാൻ കാരണം ആമേൻ വാഗ്ദത്തവും ജഡവും കിടക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജഡം പുറത്തു പോയിട്ട് ആത്മീയം നിലനിൽക്കുന്ന പകലാകട്ടെ. ആമേൻ ഭിന്നതകളുളവാക്കുന്ന, തിക്കലുളവാക്കുന്ന ജഡത്തെ കണ്ടുപിടിച്ച് ജഡത്തിന്റെ ശക്തിയെ പുറത്താക്കുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കും. ഒരുത്തൻ വാഗ്ദത്തമുള്ളവരും ഒരുത്തൻ വാഗ്ദത്തം അങ്ങനെയല്ലേ വായിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഉദരത്തിൽ കടന്നപ്പോ തന്നെ സ്വർഗത്തിലെ ദൈവം എന്തോ പറഞ്ഞു? വാഗ്ദത്തം പറഞ്ഞു. വാഗ്ദത്തം ആരുടെ നൽകാനാ? യാക്കോബിന്റെ. ഹല്ലേലൂയ.
വാഗ്ദത്തം ഇല്ലാത്തവനാരാ? ഏശാവ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടുപേരും വളർന്നു വന്നു. ആമേൻ. ഒരേ പ്രായം. സ്തോത്രം. ഹല്ലേലൂയ. ഒരുമിച്ച് എന്ത് ചെയ്യുക? വളരുക. ഒരു വീട്ടിനകത്ത് ഒരപ്പനും അമ്മയ്ക്കും ജനിച്ച് ഒരുമിച്ച് വളർന്നു വരിക. സ്തോത്രം. ഒരുത്തന്റെ മേൽ വാഗ്ദത്തം കിടക്കുക, ഒരുത്തന്റെ മേൽ വാഗ്ദത്തം ഇല്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ വാഗ്ദത്തം ഇല്ലാത്തവനാണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടങ്ങളിൽ വളർച്ചയിൽ അറിയപ്പെട്ടത്. പിടികിട്ടിയോ? ആമേൻ. വാഗ്ദത്തം ഇല്ലാത്തവൻ. സ്തോത്രം. ഹല്ലേലൂയ. വേട്ടയിൽ ആരായിരുന്നു? സമർത്ഥനായിരുന്നു. ആരായിരുന്നു? വേട്ടയിൽ സമർത്ഥൻ. ഒന്നുകൂടെ ഇറക്കി പറഞ്ഞാൽ നല്ല സാമർത്ഥ്യമുള്ളവനായിരുന്നു. ആര്? ഉറക്കെ പറ. യാക്കോബിനെ പറ്റി പറയുന്നതോ സാധുശീലൻ, കൂടാരവാസി. പക്ഷെ വാഗ്ദത്തം ആരുടെ നെറുകേല? അവൻ വാഗ്ദത്തമുള്ളവൻ കൂടാരത്തിനകത്തും, വാഗ്ദത്തം ഇല്ലാത്തവൻ അവൻ ദേശത്ത് വലിയ സമർത്ഥനായി സാമർത്ഥ്യം കാണിച്ച് നടക്കുക. ഇന്ന് പകൽ ഒന്നുകൂടെ ഇറക്കി പറയാം. നമ്മൾ ചില അവൻ നാട്ടുചൊല്ലായി പറയാറുണ്ട്, അവൻ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മൂത്തവൻ, അവൻ നല്ല സാമർത്ഥ്യമുള്ളവനാണ്. അമ്മേൻ. അവൻ 10-30 വയസ്സായപ്പോഴത്തേക്ക് അന്ന് 2 നില ബിൽഡിംഗ് വെച്ചു. അമ്മേ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. എന്നാൽ അവന്റെ ഒപ്പം ജനിച്ച അവന്റെ സഹോദരനാണ്ട് ഇപ്പോഴും മാതാപിതാക്കളുടെ കൂടെ എവിടാ? ഉറക്കെ പറ. കൂടാരത്തിൽ. വാഗ്ദത്തം നിന്നെ പുറത്തെടുക്കും. ആമേൻ. വാഗ്ദത്തമുള്ള യാക്കോബിന് വലിയ കഴിവില്ല, എന്ന വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് കഴിവുണ്ട്. യാക്കോബെ, നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങള് നിറവേറ്റാൻ അവൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് മകൾ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കൊരു കഴിവുമില്ല. സ്തോത്രം. ഈ വാഗ്ദത്തത്തിന്റെ കഴിവായി നിൽക്കുന്നേ. അമ്മ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്കൊന്നും സ്വയമേ ഒരു കഴിവുമില്ല, ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന വാഗ്ദത്തത്തിന്റെ കഴിവും ശക്തിയുമാ ഇന്ന് പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പകല വാഗ്ദത്തത്തിന്റെ ശക്തി ആമേ ചിലരെ പുറത്തിറക്കട്ടെ. എന്നും കൂടാരത്തിൽ ഇരിക്കേണ്ട വിളിയല്ല നിന്റെ വിളി. ഇന്ന് പകൽ കൂടാരത്തിനകത്തുനിന്ന് നിന്നെ സ്വർഗം പുറത്തിറക്കുക. ആമേൻ. കൂടാരത്തിൽ നിന്ന് ചിലത് പുറത്തിറങ്ങട്ടെ. സ്തോത്രം. സാമർത്ഥ്യമുള്ളവൻ പലതും നേടും. സാമർത്ഥ്യമുള്ളവൻ പലതും നേടും. സ്തോത്രം. പലതും അവന്റെ ഉള്ളം കയ്യിലാക്കും. എന്നാൽ വാഗ്ദത്തമുള്ളവൻ ഇപ്പോഴും ഒന്നുമില്ലാതെ എവിടെ ഇരിക്കുക? ഇനി ഒന്നുകൂടെ ഇറക്കി പറയാം. സാമർത്ഥ്യമുള്ളവൻ 30 വയസ്സാകുമ്പോഴേ വേണേ സെൻട്രൽ പാസ്റ്റർ ആകും. സ്തോത്രം. അല്ലേ? അതൊക്കെ അവന്റെ സാമർത്ഥ്യം പോലെ ഇരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. സാമർത്ഥ്യമുള്ളവൻ വേഗത്തിൽ ചിലതൊക്കെ എന്ത് ചെയ്യും? പണിത് കൂട്ടും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറയും നല്ല കഴിവുള്ളവൻ, അപ്പോഴും വാഗ്ദത്തമുള്ളവൻ ഒന്നുമില്ലാതെ എവിടെ ഇരിക്കുക? അമ്മേൻ. സ്തോത്രം. ഇനി ഒന്നുകൂടെ ഇറക്കി പറയാം. അമ്മേൻ. സാമർത്ഥ്യമുള്ളവൻ പണിതതിനകത്തുനിന്ന് സ്വർഗം അവനെ ഇറക്കും. അമ്മേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, യേശാവിൻ്റെ ഗ്രഹത്തോട് പറയുന്ന ഒരു ദൂത, ഓബദ്യാവിൻ്റെ പ്രവചനം. അതിങ്ങനെയാ പറയുന്നത്, നിന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും നിന്റെ സാമർത്ഥ്യം അവിടം വരെ പൊങ്ങിയാലും നിന്നെ ഞാൻ അവിടുന്ന് വലിച്ചിറക്കും. വിശ്വസിക്കുന്നവരാമേൻ പറ. എന്നാൽ ഒന്നുമില്ലാതെ കൂടാരത്തിൽ കിടക്കുന്ന യാക്കോബേ, നിന്നെ ഞാൻ ഉയർത്തും. ദേശത്തിന്റെ ഉന്നതങ്ങളിൽ ഞാൻ നിന്നെ വാഹനമേറ്റി ഓടുമാറാക്കും. വിശ്വസിക്കുന്നവർ ആരാധിച്ചിട്ട് പറ. ഇന്ന് പകല ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കുക. ചില സാമർത്ഥ്യക്കാരെ ഇറക്കിക്കൊണ്ട് വാഗ്ദത്തമുള്ളവനെ ഇന്ന് പകല എഴുന്നേൽപ്പിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ആരാധിച്ചോ. ചിലരോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. നിന്റെ അരിഷ്ഠിതാവസ്ഥകളെ ദൈവാത്മാവ് ഇന്ന് പകലിൽ എടുത്തു മാറ്റിക്കൊണ്ട് നിനക്ക് ജയം നൽകുക. സ്തോത്രം. സ്തോത്രം. വാഗ്ദത്തമുള്ളവന് വലിയ കഴിവില്ലേലും വാഗ്ദത്തം ചെയ്തവൻ എന്തുണ്ട്? കഴിവുണ്ട്. സ്തോത്രം. വാഗ്ദത്തമുള്ളവൻ കൂടാരത്തിനകത്തിരിക്കുക. അമ്മൻ. വാഗ്ദത്തമില്ലാത്തവൻ ദേശത്തിൽ ആമൻ പ്രസിദ്ധനായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം വാഗ്ദത്തം നിവർത്തിക്കേണ്ട സമയമാകുമ്പോൾ അമ്മേൻ, യാക്കോബേ, നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരുന്ന ആമൻ വാഗ്ദത്തത്തിന്റെ ശക്തിയുണ്ട്.
വാഗ്ദത്തത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇസഹാക്കിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ വരെ നിയന്ത്രിച്ചത് ആമേ സ്വർഗമാ. അതുകൊണ്ടല്ലേ ആമേ സ്തോത്രം കാട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് നാട്ടിറച്ചി കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം തപ്പി നോക്കി. ഹല്ലേലൂയ. ഏറ്റവും അവസാനം എന്നെ സന്തോഷിപ്പിച്ചൊരു പദമുണ്ട്. ഹല്ലേലൂയ. പിടിച്ചൊന്നും മണത്തും കൂടെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ വാസന പോലെ തന്നെ എന്ന് വെച്ചാൽ ഘ്രാണശക്തിയെ വരെ നിയന്ത്രിച്ചത് ഉയരമാ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി അമ്മേ സ്തോത്രം, നിന്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കാൻ, നിന്റെ വാഗ്ദത്തത്തെ ഒന്നുകൂടെ വലുതാക്കാൻ, നിവർത്തിയിൽ എത്തിക്കാൻ, ചിലരുടെ പഞ്ചേന്ദ്രിയങ്ങളെ വരെ നിയന്ത്രിപ്പാൻ നിയന്ത്രിതാവായ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, അവൻ സർവശക്തൻ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽ ചിലരുടെ പഞ്ചേന്ദ്രിയങ്ങളെ വരെ ബന്ധിച്ചുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആമേ, ചില ദൈവിക പ്രവർത്തികൾ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വാസമുള്ളവർ മാത്രം ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത, ചില വിചാരിക്കാത്ത ചില വൻ കാര്യങ്ങളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക. സന്തോഷമുണ്ടോ? ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇനി അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോഴും കാണുന്ന യോസേപ്പും വാഗ്ദത്തമുള്ളവനാ. ആമേൻ സ്തോത്രം. പക്ഷേ അവൻ്റെ കാലുകളെ ആമേ ഇരുമ്പ് ചങ്ങലകളിൽ ആമേ സ്തോത്രം കുടുങ്ങിയെന്നാണ് വായിക്കുന്നത്. സ്തോത്രം. കാലുകൾ എവിടെ കുടുങ്ങി? ഇരുമ്പ് ചങ്ങലകളിൽ. സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. അപ്പം ശ്രദ്ധിച്ചോണം, വാഗ്ദത്തമുള്ള മൂന്നാമത്തെ ആമേ അതേ തലമുറയിൽപ്പെട്ടവൻ്റെ മേലും എന്തുണ്ട്? അമ്മേൻ. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ ഇതെല്ലാം നോക്കി നിന്ന് കാണത്തില്ല. അമ്മ, ഇതിനെല്ലാം ഒരു പീരീഡ് ഉണ്ട്. ഇന്ന് പകൽ നിനക്ക് നേരെ വെച്ചേക്കുന്ന ഇരുമ്പ് ചങ്ങലയെ പൊളിക്കാനുള്ള പീരീഡ് ആമെ അടുത്തെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അതിൻ്റെ കാലാവധി തീരാറായി. ആമെ, ഞാൻ പുറത്തു വരാം. കാരാഗ്രഹം കൊണ്ട് തീരുന്നൊരു വാഗ്ദത്തമല്ല എൻ്റെ മേൽ കിടക്കുന്നത്. ആമെ, സകലത്തെയും 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 പൊളിച്ചു മാറ്റിക്കൊണ്ട് എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുമെന്ന് കടന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് മകൾ സന്തോഷത്തോടെ ആരാധിച്ചിട്ട് പറ, വാഗ്ദത്തം നിവർത്തിയാകും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ കഴുതയോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറാതിരിപ്പാനായി എന്തോ ഇട്ടേക്കുന്നേ? അതൊക്കെ പറ. കെട്ടിയിട്ടേക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ കഴുത്തേൽ എന്തോ ഇട്ടേക്കുക? കയറിട്ടേക്കുക. അമ്മേൻ. വാതിക്കല കിടക്കുന്നത്. അകത്തുമല്ല പുറത്തും അല്ല. എങ്ങോട്ട് പോകാനും എന്തുണ്ട്? സാധ്യത ഉണ്ട്. ഇതിങ്ങനെ കിടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. കേവലം ഒരു കഴുതയെക്കുറിച്ചുള്ള വാഗ്ദത്തം എഴുതി വെച്ച് നിറവേറ്റാൻ സർവശക്തന് കഴിവുണ്ടെങ്കിൽ, ഞാനും നീ ജനിക്കുന്നതിന് മുമ്പേ അമ്മേ നമ്മെക്കുറിച്ചുള്ള ദിവ്യമാകുന്ന പദ്ധതികൾ സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. തെളിവ് നമുക്ക് 139 സങ്കീർത്തനത്തിലുണ്ടല്ലോ. അമ്മേൻ. സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരിക്കെ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ, അമ്മേൻ, എന്ന് വെച്ചാൽ അമ്മേ സ്തോത്രം, എൻ്റെ അസ്ഥി ആമേൻ ആമേൻ സ്തോത്രം രൂപാന്തരപ്പെടുന്നതിന് മുമ്പേ, എൻ്റെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, അവരുടെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുമ്പേ, ആമേ, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനൊരു പൊട്ടായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പേ എന്നെക്കുറിച്ചുള്ള ദിവ്യമാകുന്ന പദ്ധതികൾ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അത് മായ്ക്കാൻ ഉലകത്തിലെ ഒരുത്തനും കഴിയത്തില്ല. അതുപോലെ സംഭവങ്ങളുടെ ഗതിവിധികൾ കറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ നമ്മെക്കുറിച്ചുള്ള പദ്ധതികളെല്ലാം ആരുടെ പുസ്തകത്തിലുണ്ട്? വാക്യത്തിലില്ലേ? 139 സങ്കീർത്തനത്തിൽ അങ്ങനെയല്ലേ? സ്തോത്രം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും ആമേ നീ അറിയാതെ ഒരു വാക്ക് പോലും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. അടുത്തത്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരിക്കെ അവയെല്ലാം
എന്ന് വെച്ചാൽ എന്നെ കുറിച്ചുള്ള സകല പ്ലാനും എവിടെ ഉണ്ട്? അമ്മേൻ. അത് മായ്ക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും അനുവാദവും അധികാരവുമില്ല. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, അതുപോലെ സംഭവിക്കത്തുള്ളൂ. ആ വാഗ്ദത്തത്തിനെതിരായി ഈ ദേശത്തിലെ സകല മന്ത്രവാദികള്, സകല ശകുനവാദികള്, സകല വിചാരകന്മാരോ ഒരുമിച്ച് എഴുന്നേറ്റാല് നീ വിളിച്ചു പറയണ ഒന്നും സംഭവിക്കത്തില്ല, വാഗ്ദത്തമേ നിറവേറത്തുള്ളൂ. എന്നെ കുറിച്ച് പരമോന്നതമായ ഒരു വാഗ്ദത്തം ഇവിടെ ഉണ്ട്. ഉറപ്പുണ്ടോ? അതുപോലെ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സമയം മുമ്പോട്ട് പോകുമല്ലോ. രണ്ടാമത്തെ ഭാഗത്തേക്ക് കയറുന്നു. കെട്ടാനുണ്ടായ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു. സ്തോത്രം. വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ്. എത്ര കൊല്ലം മുമ്പേ കിട്ടി? 500 കൊല്ലം മുമ്പേ കിട്ടിയ വാഗ്ദത്തം എന്തോ? സ്തോത്രം. സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് സൗമ്യനായി, സ്തോത്രം, കഴുതക്കുട്ടിയുടെ പുറത്ത് വരുമെന്നുള്ള വാഗ്ദത്തം നിറവേറാതിരിപ്പാൻ അമ്മേൻ, സ്തോത്രം, കെട്ടിയിട്ടേക്കുന്നു. ഇനി 2 പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വേഗം വായിച്ച്. പുറപ്പാട് പുസ്തകം 13:13. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് എന്ത് ചെയ്യണം? ഒടിച്ചു കളയണം. സ്തോത്രം. ശ്രദ്ധിക്കുകയും. സ്തോത്രം. ഒരു വീട്ടിൽ ഒരു കഴുതക്കുട്ടി ജനിച്ചാൽ അതിന് പകരം എന്തിനെ കൊടുക്കണം? ഉറക്കപ്പറ. ഒരാടിൻ്റെ കുട്ടിയെ. അങ്ങനല്ലേ വായിച്ചത്? സ്തോത്രം. വീട്ടിലൊരു കഴുതക്കുട്ടി ജനിച്ചാൽ പകരം എന്തിനെ കൊടുക്കണം? ഉറക്കപ്പറ. ആട്ടിൻകുട്ടിയെ കൊടുക്കണം. ആട്ടിൻകുട്ടിയുടെ രക്തത്താലാ കഴുതയ്ക്ക് വീണ്ടെടുപ്പുണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഈ ചില യജമാനന്മാർ ആമേൻ ഈ കഴുതക്കുട്ടി ജനിച്ചാൽ വലിയ ഗൗരവമാക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നല്ലതല്ലേ ആട്. സ്തോത്രം. അപ്പോൾ ഒരാടിനെ കൊടുത്ത് ഒരു കഴുതയെ ഞങ്ങൾക്ക് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആമേൻ, സ്തോത്രം, ചില യജമാനന്മാർ ഇതിൻ്റെ കഴുത്തൊടിച്ച് കളയാൻ പട്ടണവാതിക്കെ കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? കെട്ടുമായിരുന്നു. സ്തോത്രം. എവിടാ കെട്ടുന്നത്? പട്ടണ വാതിക്കൽ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, യഹൂദന്മാർ പാർക്കുന്നത് ആമേൻ പട്ടണങ്ങളിലാണ്. എവിടാ പാർക്കുന്നത്? പട്ടണങ്ങളില്ല. കൃഷിഭൂമി ദൂരെയായിരിക്കും, പക്ഷെ പാർക്കുന്നത് പട്ടണങ്ങളില്ല. ഈ പട്ടണത്തിന് ഒരു വാതിലുണ്ട്, അതിൻ്റെ പേരാ പട്ടണ ഏകവാതിലേ ഉള്ളൂ. അതിലേ കൂടെ വേണം ജനത്തിന് അകത്തോട്ട് കയറാനും പുറത്തോട്ട് വേണമെങ്കിൽ ഒരു 3 തെളിവ് പറയാം. സ്തോത്രം. 1 നയിം പട്ടണത്തിൻ്റെ വാതിൽ. സ്തോത്രം. ശമരിയയുടെ സ്തോത്രം. എരിഹോവിൻ്റെ മതിയല്ലോ. സ്തോത്രം. അപ്പം എന്തുണ്ട്? വാതിൽ ഉണ്ട്. വാതിലെന്ന് പറഞ്ഞാൽ വലിയ ഗേറ്റ് എന്ന് വെച്ചാൽ പട്ടണത്തിനകത്തോട്ട് കയറാനും പുറത്തേക്ക് പോകാനും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഈ പട്ടണവാതിക്കല്ലേ ഇതിനെ കൊണ്ട് എന്ത് ചെയ്തേക്കുന്നേ? ശ്രദ്ധിച്ചേ, കെട്ടിയിട്ടേക്കുന്നേ. അകത്തോട്ട് കയറുന്നവരും പുറത്തോട്ട് ഇറങ്ങുന്നവരും എന്തിനെ കാണുന്നുണ്ട്? കഴുതക്കുട്ടിയെ കാണുന്നുണ്ട്. സ്തോത്രം. ഈ കഴുത്തേലെ കയറ് കാണുമ്പോഴത്തേന് നാട്ടുകാർ പറയും, അമ്മേൻ, അധികം താമസം എന്നാ ഇതിൻ്റെ പെടലി എന്ത് ചെയ്യും? ഓടിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാ കെട്ടിയേക്കുന്നത്? കഴുത്ത് ഓടിച്ചു കളയാനാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം മരണത്തിൻ്റെയും ജീവന്റെയും ഇടയ്ക്കാ ഇത് നിൽക്കുന്നേ. സ്തോത്രം. ഇന്നലെ കെട്ടിയവനോട് ചോദിക്കുക, എപ്പോഴാ ഇതിൻ്റെ പെടലി ഓടിക്കുന്നത്? കാരണം ഇന്നലകളിൽ കെട്ടിയ സകല കഴുതയുടെ പെടലി ഓടിയെന്ന് ആര് കണ്ടിട്ടുണ്ട്? ഈ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. കയറുന്നവരും ഇറങ്ങുന്നവരും ഇതിനെ കാണുമ്പം പറയും, അയ്യോ കഷ്ടം ആയിപ്പോയി ഇന്ന് പകലിൽ. സ്തോത്രം. നിന്റെ കുടുംബത്തെ നോക്കി ചില വിഷയങ്ങളുടെ മേലുള്ള ഭാരത്തെ കണ്ടുകൊണ്ട് ചില ആളുകൾ വിധി എഴുതി, കഷ്ടമായിപ്പോയി, രക്ഷയില്ലല്ലോ, ഇന്ന് പകൽ രക്ഷിക്കുന്നവൻ സമീപിക്കുക. പറ, ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ രക്ഷിക്കുന്നവൻ, രക്ഷാനായകൻ, വിടുവിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, അത്ഭുതം ചെയ്യുന്നവൻ, മരണത്തെ മാറ്റുന്നവൻ, രോഗ കിടക്കയെ മാറ്റുന്നവൻ, ദീനത്തിൽ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നവൻ, അവൻ ഇന്ന് പകൽ വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക.
എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? എത്ര പേർ ദൈവത്തെ ഒന്നുകൂടെ സ്തുതിക്കും? കാണുന്നവരെല്ലാം പറയുന്നത് ഇതിൻ്റെ പെടലി എന്ത് ചെയ്യും? ഓടിയും. അകത്തോട്ട് കയറുന്നവരും പുറത്തോട്ട് ഇറങ്ങുന്നവരും എല്ലാവരും ഇതിനെ നോക്കിയിട്ട് വിധി എഴുതി, ഇനി രക്ഷയില്ല. ആമേൻ, സ്തോത്രം. ആമേ, കൂടിയാൽ 1-2 മണിക്കൂർ അതിനുള്ളിൽ പെടലി ഓടിയും. ആമേൻ, സ്തോത്രം. ആമേൻ, നിന്റെ മരണത്തിന് ഡേറ്റ് കുറിച്ചിട്ടേക്കുന്ന ചില മരണദൂതന്റെ വ്യാപാരത്തെ ഈ ഉപവാസ പ്രാർത്ഥന 6ാമത്തെ പകല് ദൈവസഭയ്ക്കകത്തുനിന്ന് ദൈവാത്മാവ് തുടച്ചു മാറ്റുക. വിശ്വസിക്കുന്നവർ ആരാധിച്ചിട്ട് പറ, മരണദൂതന്റെ കരുണയില്ലാത്ത വ്യാപാരങ്ങളെ ഇന്ന് പകൽ സ്വർഗം വെട്ടിമാറ്റിക്കൊണ്ട് ജീവന്റെ ശക്തിയിനകത്ത് വ്യാപരിക്കുക. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ആമേ, മരണത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ പരാജയപ്പെടുത്തുന്ന ദൈവശക്തിയിനകത്ത് വ്യാപരിക്കുക. ദൈവാത്മാവനോട് പറയുന്നു, മണിക്കൂറുകൾ പറഞ്ഞത് ദിവസങ്ങൾ പറഞ്ഞിട്ടേക്കുന്ന, ആഴ്ചകൾ പറഞ്ഞിട്ടേക്കുന്ന, ഡോക്ടർമാർ ഉപേക്ഷിച്ച് വിട്ട ചില കേസുകളെ ഇന്ന് പകൽ ആമേ ദൈവമക്കൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലേലോ ഈ വചനം അങ്ങോട്ട് ചെന്ന് ഇന്ന് പകൽ ചെല്ല കെട്ടഴിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, കർത്താവ് അത്ഭുതം ചെയ്യുക. ഞങ്ങളത് കാണുക, ഞങ്ങളത് കാണുക, ഞങ്ങളത് കാണുക. കർത്താവ് ചിലരെ തൊടുന്നത്, കർത്താവ് ചിലരെ സൗഖ്യമാക്കുന്നത്, ചില രോഗബന്ധനങ്ങൾ അഴിയുന്നത്, ചില ബന്ധനങ്ങൾ വിട്ടുമാറുന്നത്, ചില മരണഭാഷങ്ങൾ അഴിയുന്നത് ഇന്ന് മകൾ കാണുക. വിശ്വസിക്കുന്നു? ഇനി രക്ഷയില്ലെന്ന് വിധി എഴുതിയ മേഖലകളെ ഇന്ന് പകൽ ദൈവാത്മാവ് തൊട്ട് സുഖപ്പെടുത്തുക. യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ വ്യാപാരങ്ങൾ മാറട്ടെ. മരണ യോർദാനെ ഭേദിച്ചിന്ന് പകൽ ചിലര് സൗഖ്യത്തിലേക്കും വിടുതലിലേക്ക് പ്രവേശിക്കട്ടെ. ആമേ, മരണ യോർദാന്റെ വ്യാപാരങ്ങളുടെ ഒഴുക്കുകളെ ഇന്ന് പകൽ നിശ്ചലമാക്കിക്കൊണ്ട് ദൈവശക്തിയിനകത്ത് വ്യാപരിക്കുക. സമുദ്രമേ, നീ ഓടുന്നതെന്ത്? യോർദാനെ പിൻവാങ്ങുന്നതെന്ത്? ഇന്ന് പകൽ നിന്നെ വിഴുങ്ങിക്കളയാൻ വരുന്ന ചില യോർദാൻ പിൻവാങ്ങുന്ന കാഴ്ച വിശ്വാസത്തെ കാണട്ടെ. ചില യോർദാൻ വഴി മാറട്ടെ. വിശ്വസിക്കുന്നു? ചില യോർദാൻ വഴി മാറുക, ചില യോർദാൻ വഴി മാറുക. ആമേ, മരണ യോർദാൻ നിന്നെ മുക്കിക്കളയുമെന്ന് വിധി എഴുതി ഒഴുകി വരുന്നതിനെ നോക്കുമ്പോൾ ആമേ, സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, സമുദ്രമേ നീ ഓടുന്നത് എന്താ? യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ത്? ആമേ, മുക്കിക്കളയും, കൊന്നുകളയും, തകർത്തുകളയും. ആമേ, മരണം വിതയ്ക്കുമെന്ന് പറഞ്ഞ് വരുന്ന ചിലത് ഇന്ന് മകൾ പിൻവാങ്ങുക. ഈ 6ാമത്തെ പകല് ചിലത് പിൻവാങ്ങുന്നത് ദൈവമക്കൾ കാണട്ടെ. കാണുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ, കാണുന്നവർ ചേർന്ന് ആരാധിക്കട്ടെ. മരണദൂതന്റെ വ്യാപാരങ്ങൾ ഇന്ന് മകൾ വഴിമാറുക. സ്തോത്രം. അപ്പൊ വാതിക്കൽ ഇത് കിടക്കുക, അകത്തുമല്ല പുറത്തുമല്ല, അത് വാതിക്കൽ കിടക്കുമ്പോൾ എഴുതപ്പെട്ട നിയമം വീണ്ടെടുക്കാൻ ആളില്ലെങ്കിൽ കഴുത്തെന്ത് ചെയ്യണം? ഓടിക്കണം. സ്തോത്രം. കഴുതക്കുട്ടി തല കുനിച്ച് ആരെന്നെ സഹായിക്കും? എൻ്റെ വീട്ടിൽ ഒത്തിരി ആട് എൻ്റെ യജമാനനുള്ളത് ഞാൻ കണ്ടതാ. പക്ഷേ ആ ക്രൂരനാകുന്ന യജമാനന് എന്നോട് ദയയില്ലാത്തത് കൊണ്ട് എന്നെ ഈ വാതിക്കെ കെട്ടിയിട്ടേക്കുക. ആമേൻ. എൻ്റെ പെടലി ഓടിയുന്നത് കാണാൻ പലരും ആഗ്രഹിക്കുക. ഇന്നലകളിൽ എന്നെ നോക്കാത്തവർ ഇന്നെന്നെ സൂക്ഷിച്ചു നോക്കുന്നു. അതിൻ്റെ അർത്ഥം കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തീരും, ഞാൻ തീരും. നീ തീരത്തില്ല. ഒരുത്തൻ സമീപിക്കുക. മരണത്തിനും ജീവനുമിടയിൽ ഒരുത്തൻ സമീപിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, ആമേൻ. മരണത്തിന്, ആമേൻ, സ്തോത്രം, ജീവിതത്തിനും ഇടയിലെ ഒരു വിടുതലിന്റെ നാഴിക നിനക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടുകയാ.
ശ്രദ്ധിച്ചേ. കെട്ടിയിട്ടവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആളുകൾ ചോദിച്ച് എപ്പോൾ ഓടിക്കും, ഇന്ന സമയം ഓടിക്കും, ഇങ്ങനെ കാത്തിരിക്കുക. പെട്ടെന്ന് 2 മനുഷ്യർ വന്ന്, സ്തോത്രം, ആമേൻ, അയക്കപ്പെട്ട ആമേൻ 2 അഭിഷക്തന്മാർ വന്ന് ഇതിൻ്റെ കെട്ടങ്ങഴിച്ചു. ആമേൻ. അഴിക്കാൻ നേരം കെട്ടിയവൻ ചോദിച്ചു, സ്തോത്രം, എന്തിനാ അഴിക്കുന്നത്? സ്തോത്രം, ഇതിനെ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാ പെടലി ഓടിച്ച് കൊന്നുകളയാൻ കെട്ടിയിട്ടേക്കുന്നത്. ഇനി ഇതിനെ ഇവിടുന്ന് അഴിക്കണമെങ്കിൽ ഒരാട്ടിൻകുട്ടിയുടെ രക്തം വീഴണം, എങ്കിലേ ഇതിൻ്റെ ബന്ധനം എന്ത് ചെയ്യത്തുള്ളൂ, അഴിയത്തുള്ളൂ. ഉടനെ ഞങ്ങളെ പറഞ്ഞു വിട്ടതാരാന്നറിയാവോ? കർത്താവാ. കർത്താവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ പദം എന്താണെന്നറിയോ? ഇതാ, ചേർന്ന് പറ, PMG ദൈവസഭയിലെ ദൈവമക്കൾ എല്ലാവരും ചേർന്ന് പറ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്ന് വെച്ചാൽ ഇതിനെ ആവശ്യപ്പെട്ടത് ആമേ സാക്ഷാൽ പെസഹ കുഞ്ഞാട്, സാക്ഷാൽ കുഞ്ഞാട്. അവൻ കാൽവറിയിൽ തകർക്കപ്പെടും, അവന്റെ രക്തത്താൽ ഇതിനെ കെട്ടഴിയണം. അവന്റെ രക്തത്താൽ ഇതിന്റെ കെട്ടഴിയണം. ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ഇങ്ങനായിരുന്നു, ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്നവരാ ഞാനും നിങ്ങള്. മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ ആമെ കടന്ന് പിടഞ്ഞവരാ. ആമെ പാതാളത്തിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൈശാചികൻ പിടിവലി മുറുക്കിയപ്പോൾ നമ്മെ തേടി ഇറങ്ങി വന്ന് നിസ്തുല്യനാകുന്ന യേശുവിന്റെ സ്നേഹ, ആ രക്തത്തിന്റെ ശക്തിയാ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിപ്പാൻ നമ്മെ പ്രാപ്തരാക്കിയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചിട്ട് പറ. ഇങ്ങനെ ഇരുന്ന് ആരാധിപ്പാൻ യോഗ്യതയില്ലാതെ ആയിരുന്നൊരു സന്ദർഭം ഞങ്ങൾക്കുണ്ടായിരുന്നു, അത് മാറ്റിയത് കുഞ്ഞാടിന്റെ ചോരയാ. സ്തോത്രം. വാതിക്കെ കിടന്നവന്റെ കെട്ടുപൊട്ടണമെങ്കിൽ ആടിന്റെ ചോരയുടെ ശക്തി വെളിപ്പെടണം. ആമെ ഇന്ന് പകലിലും ആമെ സ്തോത്ര, ആമെ പൈശാചികൻ പിടിവലി നടത്തുക. എനിക്ക് നിന്നെ വേണം, പാതാളത്തിന്റെ ആടായിട്ട് മൃത്യു നിന്നെ മേയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിശാചാകുന്നവൻ പിടിവലി മുഴക്കുമ്പോൾ കാൽവറിയിൽ കെട്ടിവെച്ച ആമെ നിയമരക്തത്തിന്റെ ശക്തിയെ ആമെ നിന്റെ കെട്ടുപൊട്ടിച്ച പുറത്തുവാ, പുറത്തുവാ. ധീരാജനാഥനാഥന മരണമല്ല, ഈ വാതിലിൽ ജീവൻ വ്യാപരിക്കുക. പിശാചിന്റെ പിടിവിടട്ടെ, രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പിശാച് പിടിച്ചു വെച്ചേക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് മകൾ പൊട്ടുക. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് മകൾ ശക്തിയോടെ ആരാധിക്കട്ടെ. ആ രക്തത്തിന്റെ ശക്തി നിന്റെ ശിരസിൽ വീഴുക. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? പിടിവിടുക, പിടിവിടുക. കാരണം രക്തം നിന്റെ ശിരസിൽ വീഴുക. ആമെ പിശാച് കെട്ടിയ കെട്ടിനെ പൊട്ടിക്കാൻ ഈ രക്തത്തിന് ശക്തിയുണ്ട്. പിശാച് പിടിച്ചേക്കുന്ന രോഗത്തെ അഴിപ്പാൻ അടിപ്പിണരിൽ ഒഴുകിയ ജയത്തിന്റെ രക്തത്തിന് ഇന്ന് മകൾ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഇന്ന് മകൾ ശക്തിയോടെ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽക്കാലം ആമേ വിട്ടുകൊടുത്ത് ആരാധിച്ചിട്ട് പറ, ആ രക്തം ഇന്ന് വിടുതലായി ഞങ്ങളുടെ മേൽ പരിണമിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യത്തെ ചുവടത് വെച്ചത് ആമേ മരണത്തിലേക്കല്ല, തിരിച്ചു പട്ടണത്തിലേക്ക് അകത്തേക്കല്ല, ആമേ പട്ടണത്തിന് പുറത്തേക്ക് അത് കാലെടുത്ത് വെച്ചു. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിന്റെയും പരാജയത്തിന്റെയും തകർച്ചയുടെയും വക്കിൽ നിന്ന് ഈ 6ാമത്തെ പകല് ഒരു ജയത്തിന്റെ കാൽവെപ്പ്
പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുക. ആമേ, അതിന് മുഖാന്തരമായി തീർന്ന ആട്ടിൻകുട്ടിയുടെ ചോരയുടെ ശക്തി ഇന്ന് പകൽ ഇതിനകത്ത് ശക്തിയോടെ വ്യാപരിക്കുക. വിശ്വസിക്കുന്നത് ഈ കുഞ്ഞെ, നിന്റെ തലയെ കൈവച്ചില്ലേലോ നിന്നോടുള്ള ദൂത. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കെട്ടങ്ങഴിക്ക് പുറത്തു വരട്ടെ. കെട്ടഴിച്ച ഉടനെ കെട്ടിയച്ചാൻ ഉടുപ്പൂരി. ആമേൻ. കെട്ടഴിച്ച ഉടനെ കെട്ടിയിട്ട മനുഷ്യൻ എന്തൂരി? അദ്ദേഹത്തിന്റെ വസ്ത്രമൂരി. ആമേ, കെട്ടപ്പെട്ടതിന്റെ മുമ്പിൽ വിരിച്ചു. ആമേൻ. കഴുതേ, നിന്റെ യോഗ്യതയല്ല, അമ്മ പകരം കൊടുത്ത രക്തത്തിന്റെ ശക്തിയാ ആമേ ഈ മാന്യത. ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ച സകല മാന്യതകള് രക്തത്തിന്റെ ശക്തിയാൽ ലഭിച്ചത്. ആമേ, നമുക്ക് വേണ്ടി ഒരുവൻ മറുവിലയായി നാം മരിക്കേണ്ടതായിരുന്നു. ഇന്ന് ലഭിച്ച സകല സൗഭാഗ്യവും നമുക്ക് അവൻ മുഖാന്തരം ലഭിച്ചത്. പരാജയം കാണാൻ നിന്ന് എല്ലാവരും വസ്ത്രം അങ്ങോട്ട് അഴിച്ചു. പരാജയം കാണാൻ നിന്നവരെല്ലാം വസ്ത്രം അഴിച്ചു. എപ്പോഴാ പെടലി ഓടിക്കുന്നതെന്ന് ചോദിച്ച സകലരും എന്തോ അഴിച്ചു? വസ്ത്രം അഴിച്ചു. സ്തോത്രം. തകർച്ച കാണാൻ നിന്നവർ നിനക്ക് വഴിയൊരുക്കും. ദൈവസഭയുടെ തകർച്ച, ദൈവദാസന്മാരുടെ തകർച്ച, നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണാൻ നിന്നവർ തന്നെ വഴിയൊരുക്കും. അവർ ലജ്ജിച്ച് തല താഴ്ത്തത്തക്കവണ്ണം ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കും. വാക്തത്വമുള്ളവൻ പെടലി തൂങ്ങി ഒടിഞ്ഞു കിടക്കാൻ ദൈവം അനുവദിപ്പിക്കുകയല്ല. അവന്റെ തല താഴാൻ ദൈവം അനുവദിപ്പിക്കുകയല്ല. അവന്റെ ശിരസ് ദൈവം ഉയർത്തോ. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, എന്റെ തലമുറയുടെ ശിരസ് താന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ എന്റെ ശിരസ് അവൻ ഉയർത്തോ. ഒരിക്കലും തല ഉയർത്തിയിട്ടില്ലാത്ത ഈ ജീവി, എൻ്റെ ഭാവനയെ ഞാൻ പറയാ, നസറായം കയറിയപ്പം ഈ മാന്യതയെല്ലാം കണ്ടപ്പോൾ ഒന്ന് തല നിവർത്തി കാണും. കെട്ടിയവന്റെ ആഗ്രഹം ഓടിഞ്ഞു തൂങ്ങാനാ. ആമെ, വാക്തത്തം തല നിവർത്തുക. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും അറിയാവുന്നവർ ചേർന്ന് പറ. ആമെ, എൻ്റെ തല താഴ്ത്തുന്നവനല്ല, ഉറക്കപ്പറ ഉയർത്തുന്നവനാ. തിരുവനന്തപുരത്ത് ഒത്തിരി പേര് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കാണാൻ ആഗ്രഹിച്ചതാ. പക്ഷെ എൻ്റെ തല ഉയർത്തിയ നസ്രായൻ്റെ ആ ദിവ്യ സ്നേഹത്തെ ഓർത്താൽ എനിക്കങ്ങനെ മൗനമായി ഇരിപ്പാൻ കഴിയാ. ഞാൻ അതുകൊണ്ട് അവനെ സ്തുതിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഈ കാലാവസ്ഥ പ്രതികൂലമായിട്ട് ആമേ ഞങ്ങൾ ഈ യോഗത്തിൽ വന്ന് ആരാധിക്കുന്നതിന്റെ കാരണം ഞങ്ങളെ ഉയർത്തിയ കുഞ്ഞാടേ, നീ എത്ര യോഗ്യൻ. സ്തോത്രം. ആമേൻ. ഈ വാതിലിൽ നിന്ന് നിന്റെ കെട്ട് അടിച്ച് നിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. ആമേ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന അനുഭവങ്ങൾ ആമേ അതിനകത്തുനിന്ന് ആമേ ജീവനിലേക്ക് ഇതിനെ പുറത്തിറക്കി. ആമേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നയിം പട്ടണത്തിലും ഇത് തന്നെയല്ലേ നടന്നത്? പട്ടണ വാതിലിനോട് എന്തടുത്തു? ശവമഞ്ചമടുത്തു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വീട്ടിൽ ഇപ്പോൾ ഇത് രണ്ടാമത്തെ മരണമാ. സ്തോത്രം. ആമേൻ. അപ്പൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. വിധവയായ സ്ത്രീ, അവക്കൊണ്ടായിരുന്ന ഏക മകൻ നഷ്ടപ്പെട്ടു. ഒത്തിരി പേർ കരയുന്നു. സ്തോത്രം. ആമേ, കരയുന്ന ആളുകളെ കണ്ട് ആമേ സ്തോത്രം കൂടെ കരയുന്നവരുണ്ട്. ആമേൻ. മരണ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആമേ ഒത്തിരി പേര് കരയാറുണ്ട്. സ്തോത്രം. എല്ലാവരും അവരുടെ ബന്ധുക്കാരായിട്ടോ സ്വന്തക്കാരായിട്ടോ ആമേ ഒന്നുമല്ല കരയുന്നത്. ആമേ, വീട്ടുകാർ കരയുന്നത് കണ്ട് കരയുന്ന നാട്ടുകാരുമുണ്ട്. സ്തോത്രം. ഒരു കൂട്ടം ആളുകൾ കരഞ്ഞോണ്ട് വരുന്നത് നാളെ ഇവളുടെ സ്ഥിതി എന്താകും. എന്നാൽ ഇവള് കരയുന്നത് ആമേൻ വലിയ നഷ്ടത്തെ ഓർത്ത. നിങ്ങൾ ശ്രദ്ധിച്ച്, നയിം പട്ടണത്തിന്റെ വാതുക്കലോട് ഈ വിലാപയാത്ര അടുത്തു.
വാതിലിലെത്തിയപ്പോൾ അപ്പുറത്തുനിന്നൊരു യാത്ര ഇങ്ങോട്ട് വരിക. അത് വിലാപയാത്രയല്ല, അത് വിടുതലിന്റെ യാത്രയാ. അത് മരണയാത്രയല്ല, അത് മരണം മാറ്റുന്ന യാത്രയാ. ഇന്ന് പകൽ മരണയാത്ര, വിലാപയാത്ര ദൈവസഭയ്ക്കകത്ത് ഇറങ്ങണമെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്ന് പകൽ വിലാപയാത്രയെ തമ്പുരാൻ മാറ്റിയിട്ട് വിടുതലിന്റെ യാത്ര വെളിപ്പെടുത്തുകയാ. വിലാപയാത്ര മാറട്ടെ. കരമടിച്ചാരാധിച്ചു അല്പനിമിഷങ്ങൾ. വിലാപയാത്രകൾ മാറട്ടെ. വിലാപയാത്ര മാറട്ടെ. വിടുതലിന്റെ യാത്ര വെളിപ്പെടട്ടെ. സങ്കടം വഴി മാറട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഈ വിലാപയാത്ര പോകാൻ നേരം അറിയാതെ ബോഡിയിൽ ഒത്തിരി പേരെന്ത് ചെയ്യും? സ്പർശിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ചില ശവസംസ്കാരത്തിനൊക്കെ പോകുമ്പോൾ റിലേറ്റീവ്സ് ആയ ചില പ്രിയപ്പെട്ടവർ, ആമേൻ, സ്തോത്രം, ആ സമയത്ത് അവർക്കുണ്ടാകുന്ന വികാരങ്ങൾ നിമിത്തം ചിലപ്പം ബോഡിയിലൊക്കെ എന്ത് ചെയ്യും? സ്പർശിക്കാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ചുമക്കുന്നവർ ഇതൊന്നും കണ്ടെന്ത് ചെയ്യത്തില്ല, കാര്യമാക്കാതെ മുമ്പോട്ട് പോകും. പക്ഷേ ഈ വാതുക്കൽ വെച്ച് തൊട്ടത് നസ്രായന. നസ്രായൻ തൊട്ടപ്പോ ചുമട്ടുകാർ നിന്നു. പുറകെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, പോ പോ പോ. സ്തോത്രം. ഉടനെ ചുമട്ടുകാർ പറഞ്ഞു, ഇനി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അമ്മേൻ. പരാജയത്തിലേക്ക് നിന്റെ ഭവനത്തെ നയിച്ചുകൊണ്ടിരുന്ന ദുഷ്ടവ്യാപാരത്തിന് ഇനിയൊരു സ്റ്റെപ്പ് വെക്കാൻ തമ്പുരാൻ അനുവദിപ്പിക്കാതെ ഇന്ന് പകൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ദൈവശക്തിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ മൂടാൻ മാന്തിയ കുഴി, ആമേൻ, സ്തോത്ര, കാലിയായി പോകത്തക്ക നിലവാരത്തിൽ ഒരു വിടുതൽ ഇന്ന് പകൽ, ആമേൻ, സ്തോത്രം, വിധവയുടെ മകനിൽ വെളിപ്പെട്ടതുപോലെ ഇതിനകത്ത് ചെള്ളമേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ശത്രുവിന്റെ ആശയെ നശിപ്പിച്ചുകൊണ്ട് ദൈവശക്തിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം, സമയം മുമ്പോട്ട് പോയി. ഒടുവിൽ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കാനും കൂടെ എടുക്കണം, അതുകൊണ്ട് വേഗം പോകുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ആമേൻ, മരണത്തിൻ്റെയും ആമേൻ തകർച്ചയുടെയും നടുവിൽ കിടന്നതിൻ്റെ കെട്ട് സ്വർഗം അഴിച്ചു. എങ്ങനെ? ഇതിന് പകരം ഒരു ആടിനെ കൊടുക്കണം. ആമേൻ, സ്തോത്രം. അതിന് കുഞ്ഞാടായവൻ പറഞ്ഞു വിടുക, ഞാൻ കാൽവറി തകർക്കപ്പെടാൻ തയ്യാറാ, എൻ്റെ രക്തം കൊണ്ട് ഇതിൻ്റെ കെട്ട് പൊട്ടിക്കണം. ഇന്ന് പകൽ നമ്മൾ അനാഥര, ആരും സഹായിപ്പാനില്ല, ആരും ചോദിക്കാനില്ലെന്നും പറഞ്ഞ് ദുഷ്ടൻ നമ്മെ കെട്ടിയാൽ അമ്മ ചോദിക്കാൻ ഒരാളുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം വിളിച്ചു പറയുക, കെട്ടഴിച്ചോ, എന്റെ രക്തത്തിന് അതിന്റെ കെട്ടഴിപ്പാൻ ശക്തിയുണ്ട്. എത്ര വലിയ കടുങ്കെട്ടാണേലും ഇന്ന് പകൽ ആ രക്തത്താൽ ചിലത് അഴിയാം. ഹല്ലേലൂയ. മടങ്ങി വരുന്നു പ്രിയമുള്ളവരെ, സ്തോത്രം. കെട്ടഴിച്ചു, കെട്ടഴിഞ്ഞവൻ, ആമേ, സ്തോത്രം. അല്ലെങ്കിൽ കെട്ടഴിയപ്പെട്ട കഴുത നേരെ പോയത് ആലയത്തിലേക്കാ. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ആമേ, അതിനകത്ത് വന്നാൽ നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. രണ്ടാമത്തെ കാരണം, ആമേൻ, വീണ്ടെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് കെട്ടിയിട്ടു. പക്ഷേ കഴുതക്കുട്ടിക്ക് പകരമായിട്ട് ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ യജമാനന് ഇഷ്ടമില്ലേലും
ആമേൻ സ്തോത്രം. ആത്മാക്കട ഉടയവനാകുന്ന സർവശക്തനാകുന്ന ആടുകട വലിയിടയനാകുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ കുഞ്ഞാടായി ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിൻ്റെ ആഴമോർത്തുകൊണ്ട് ആമേൻ മനസ്സും ആമേ ഹൃദയവും എല്ലാം ഒരുപോലെ പാകപ്പെടുത്തി സന്തോഷത്തോടെ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഒന്നുകൂടെ പറഞ്ഞ് നിർവ്യാജ സ്നേഹത്തോടെ പറ. സ്നേഹം എത്ര വലുത്. സ്തോത്രം. പോട്ടെ, മൂന്നാമത്തേതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനേ സമയമുള്ളൂ. സ്തോത്രം. മൂന്നാമത്തത്, നമ്മുടെ വീട്ടിൽ ഒരു മൃഗം ജനിച്ചാൽ, സ്തോത്രം, ആട്ടിൻകുട്ടിയോ ആമേ സ്തോത്രം പശുക്കിടാവോ എന്ത് ജനിച്ചാലും ജനിക്കുന്ന അന്ന് അതിൻ്റെ കഴുത്തേൽ എന്തിടത്തില്ല? കയറ് ഇടത്തില്ല. പിന്നെ എപ്പോഴാണ് ഇടുന്നത്? ആമേൻ. ഇത് ഇച്ചിരി ഓടി നടക്കുകയും അടുത്തയാളുടെ പുരയിടത്തിൽ പോകാൻ പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ഇടും? കയറിടും. എന്തിനാ? ഞാനാകുന്ന യജമാനൻ വെച്ച പരിധി ആമേൻ സ്തോത്രം നീ എന്ത് ചെയ്യരുത്? ലംഘിക്കരുത്. സ്തോത്രം. എന്ന് വെച്ചാൽ ആമേ ഒരു പരിധി ഇട്ടാ ഇതിനെ ബന്ധിച്ചേക്കുന്നേ. ഈ പരിധിക്കപ്പുറം എന്ത് ചെയ്യരുത്? പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ PMG പ്രസ്ഥാനം ഒരു പരിധിക്കപ്പുറം വളരരുത്. ആമേ പാളയത്തുള്ള ദൈവസഭ ഒരു പരിധിക്കപ്പുറം വളരരുത്. ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മീയമായ ഒരു പരിധിക്കപ്പുറം വളരരുത്. ഭൗതികമായ ഒരു പരിധിക്കപ്പുറം വളരരുത്. ആമേ സ്തോത്രം. ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ഒരു പരിധിക്കപ്പുറം വളരരുത്. സാലറിയിലും ഒരു പരിധിക്കപ്പുറം പോകരുതെന്ന് പറഞ്ഞ് ചില ലിമിറ്റേഷൻ ഇട്ടേക്കുന്ന, ചില പരിധി ഇട്ടേക്കുന്ന ചില പരിധികളെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭ ഒരുമിച്ച് ശാസിക്കുക. പോട്ടെ, പരിധികൾ അഴിയട്ടെ. ആമേൻ, ആമേൻ. കഴുത്തെ ബന്ധനം വീണ ആമേൻ സ്തോത്രം ഒരു വ്യക്തിക്ക് അല്ലെ ഒരു ആമേൻ സ്തോത്രം മൃഗത്തിനോ എത്തി നോക്കാനേ പറ്റത്തുള്ളൂ. പിടിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. പിടികെട്ടിയോ? സ്തോത്രം. ഹല്ലേലൂയ. കുറെ നാളുകളായിട്ട് വലിഞ്ഞു നോക്കുക. സ്തോത്രം. പുറകോട്ട് വലിക്കുക. അതുകൊണ്ടാണ് യെശയ്യാവ് 52 ഇങ്ങനെ വായിക്കുന്നത്, സിയോൻ പുത്രിയെ എഴുന്നേറ്റിരിക്കുക. ആമേൻ. നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. സ്തോത്രം. ഇന്ന് പകൽ ആത്മീയമായിട്ട് ഒരു സ്റ്റെപ്പ് നീ മുമ്പോട്ട് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് നിന്നെ പുറകോട്ട് വലിക്കുന്ന, ആമേ ഭൗതികമായിട്ട് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ 4 സ്റ്റെപ്പ് പുറകോട്ട് വലിക്കുന്ന പൈശാചിക വ്യാപാരത്തിന്റെ കയറിനെ ഇന്ന് പകൽ വചനം അറുത്തു കളയ. ചേർന്നെല്ലാവരും ഒന്ന് ആരാധിക്കട്ടെ, കരമടിച്ച് ആരാധിക്കട്ടെ. കരമടിച്ചു ദൈവത്തെ ആരാധിക്കട്ടെ. ശാപനഘടകം ജഗൽഖമനഘടകം അന്തർജനാദികൽഖമനഘടകസി. കരമടിച്ച് അല്പനേരം ഒന്ന് ആരാധിച്ചോ. ചില പരിധികൾ പൊട്ടട്ടെ, ചില പരിധികൾ പൊട്ടട്ടെ, ചില അതിരുകൾ പൊട്ടട്ടെ, ചില അതിർത്തികൾ മാറട്ടെ, ചില ബൗണ്ടറികൾ പൊട്ടട്ടെ. ചില ബൗണ്ടറികൾ പൊട്ടുക, ചില ബൗണ്ടറികൾ പൊട്ടുക. തിരുവനന്തപുരത്തിനപ്പുറം പോകരുത്, കേരളത്തിനപ്പുറം പോകരുത്, ഇന്ത്യക്കപ്പുറം പോകരുതെന്നൊക്കെ പറഞ്ഞ് ചില തലമുറകൾ കിട്ടേക്കുന്ന ചില അതിർവരമ്പുകൾ, ചില ബൗണ്ടറികൾ ഇന്ന് പകലത്തെ യോഗ പൊട്ടിക്കുക. പൊട്ടട്ടെ, പൊട്ടട്ടെ. അതെല്ലാം തകർന്നു മാറട്ടെ. ചില ബൗണ്ടറികൾ തുറക്കപ്പെടട്ടെ. വാഗ്ദത്തമുള്ളവനെ അവൻ വാഗ്ദത്ത ദേശത്ത് കയറ്റത്തില്ലെന്ന് വാദിച്ച യെരിഹോവിന്റെ വൻമതിലുകൾ ഇന്ന് പകൽ തകരട്ടെ. സമയം പോയി, പ്രാർത്ഥിക്കാൻ പോകും. 1 മിനിറ്റ് ഒന്ന് എഴുന്നേൽക്കാം. വേഗം എഴുന്നേറ്റ് വേഗം പ്രാർത്ഥന ആവശ്യമുള്ളവർ. ഹല്ലേലൂയ.
അവർ മാത്രം ഒന്ന് മുമ്പോട്ട് കയറിയെന്നേ. ഇന്ന് പകൽ തൊടുന്നവർക്ക് വിടുതല. ആമേൻ, ഹല്ലേലൂയ. നമ്മളൊന്ന് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോകുക. ദൈവശക്തിയിനകത്ത് വ്യാപരിക്കാൻ പോകുക. എല്ലാവരും പ്രാർത്ഥിക്കാൻ ഒരുങ്ങി തയ്യാറായട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ. ഇന്ന് പകൽ ഒരു വാഗ്ദത്തം വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ മരണക്കെട്ട് ദൈവം അഴിക്കാൻ പോകുക. ഇന്ന് പകൽ അവന്റെ ചോരയാൽ നിന്നെ വീണ്ടെടുക്കാൻ പോകുക. രക്ഷിക്കപ്പെടാത്ത ചില പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാല രക്ഷാനിർണയം പ്രാപിച്ച ഇതിനകത്തൊന്ന് പോകാവുള്ളൂ. ചില വീട്ടിൽ ആമേൻ സ്തോത്രം മരണം വിതയ്ക്കുന്ന മരണദൂതന്റെ വ്യാപാരം ഇന്ന് പകൽ അഴിയണം. അതുകൊണ്ട് ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. പിശാചിനെ മരണാധികാരി ആയിരം ചേർന്ന് കരമടിച്ച് എല്ലാവരും പകൽ ജനത്തിന്റെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ, സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ. ഇതുപോസു ജീവൻ സ്നേഹിതൻ വേരാരിണി, ഇതുപോസു ജീവൻ സ്നേഹിതൻ വേരാരിണി. മാന്യനാമാചാര്യനായി വാനിലവൻ വാഴ്കയ, ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴ്കയ. ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയ, ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയ. സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ, സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോസു ജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേരാരിണി, ഇതുപോസു ജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേരാരിണി. യേശുവിൻ നാമത്തിൽ ജയം 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 ജയം. നാമത്തിൽ ജയം ജയം ജയം.
ഉടാരവ പ്രമാര ഘടക സംധരാ ദൽക്കനാദിയാന അൽക്കനാ രഘടകൽക്കനാ ദിരഘടക ശസിയ അടരമന ഘടക ശംദല വന 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 അടരാ ജഗൽക്കനാ രഘടക സംധനാദിയാന അൽക്കന ഘടക ശൈഡല വന 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 അടരാ ജഗൽക്കന രൂഢ ശംദലാനി അൽക്കനാ ദിരഘടക സൈദനാരിയാന വൈഡാ രഗൽക്കനാ ദിരഘടക ശൈഡലാരിയാന അടരാ രഗൽക്കനാ ദിരഘടക സംധനാരിയ ഉടാരവ പ്രമാര ഘടക ശംദല വന 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 അനരഘടകൽക്കന ധീരഘടക ശംബരാദിയ ഓ രീജാ രഘടക ശംബരാരിയാന അതരഘടക സൈദൽക്കനസിയ. എല്ലാ പ്രിയപ്പെട്ട ശ്രദ്ധിച്ചാട്ടെ, കർത്താവിൻ്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കും. അതിനു മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നിർത്തുകയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസഫ് പാഷ മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനം. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, കർത്താവെ, ഉപവാസത്തിൻ്റെ ഈ 6ാമത്തെ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങളെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുവാനും ഇവിടെയായത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ നന്നായി അറിയുന്ന കർത്താവ്, ആമേൻ, ഈ പകൽക്കാലം ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവെ. ആത്മീയ ഭൗതിക തലങ്ങളെ കർത്താവ് ഈ പകൽക്കാലം സ്പർശിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ജീവൻ ഹല്ലേലൂയ വ്യാപരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഉണർവിലേക്ക് ആമേൻ കർത്താവെ അനുഭവത്തിലേക്ക് ഈ പകൽ ഞങ്ങളെ ആമേൻ ഹല്ലേലൂയ നീ കരം പിടിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ, ആമേൻ. വാഗ്ദത്തം പ്രാപിച്ചവനെ ഹല്ലേലൂയ ആമേൻ, ആമേൻ. ആർക്കും നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. വീണ്ടെടുപ്പ് വില അതിന്റെ മേല് ഹല്ലേലൂയ ആമേൻ. ഒരു കുഞ്ഞാടിന്റെ ഹല്ലേലൂയ രക്തം അതിന്റെ മേല് ആമേൻ ഒഴുക്കപ്പെട്ടത് കൊണ്ട് ആ വാഗ്ദത്തത്തെ തടയുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് ഈ പകൽ ശക്തമായി ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യെരുശലേമിലേക്ക് ഒരുവൻ നടന്നു നീങ്ങുകയാണ്. ആമേൻ. അവിടെ വിടുതൽ വ്യാപരിക്കുവാൻ ചില മണിക്കൂറുകൾ മാത്രമെന്ന് ശബ്ദിച്ച ആ വലിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഉള്ളുകൊണ്ട് മടുത്തുപോയ ക്ഷീണിച്ചുപോയ അനുഭവങ്ങളെ ഈ പകൽക്കാലം വീണ്ടും ജീവിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരം ഹല്ലേലൂയ ഈ പകൽ ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം കർത്താവേ. ആമേൻ. ശക്തമായി ശോഭിക്കേണ്ട ആമേൻ ഹല്ലേലൂയ മണ്ഡലങ്ങളെ പിന്നെയും ഹല്ലേലൂയ ഞങ്ങളുടെ മുമ്പിൽ തുറന്നുകൊണ്ട് ആമേൻ ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഈ പകൽ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന ആ വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഉപവസിക്കുന്നതിന്റെ ജനത്തെ പിന്നെയും കർത്താവെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, കരം പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. വിടുതലിന്റെ കർത്താവെ അനുഗ്രഹത്തിന്റെ ഉപവാസമാക്കി മാറ്റുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിലപ്പെട്ട ദാസനെ കർത്താവ് പകൽ കരങ്ങളെടുത്തല്ലോ. ഇന്ന് രാത്രികാലവും അതുപോലെ തന്നെ കർത്താവെ ആമേൻ പുത്തൻ അഭിഷേകവും ബലത്താല് ആമേൻ പുത്തൻ ദൂതുമായി കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ നിർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കർത്താവെ ഇപ്പോൾ കടന്നു പോകുന്നു. പ്രിയാത്ത സാന്നിധ്യം കൂടിയിരിക്കും. പ്രാർത്ഥന കിടന്നുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.